സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സ്വാഗതം ശ്രീ മുഹമ്മദ് റിയാസ്. ഇന്ന് വലിയ തിരക്കുള്ള ദിവസമായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം അല്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തിരക്കാണ്. 12 ദിവസങ്ങളായി ഇപ്പോൾ ഈ കാര്യങ്ങളുടെ പിന്നിൽ തന്നെയാണ്. മറ്റു പല കാര്യങ്ങളും നോക്കേണ്ടതുമുണ്ട് ഒരു മന്ത്രിക്ക് സംസ്ഥാനത്ത് എന്നുള്ളത് അറിയാം. ആ കാര്യങ്ങൾക്ക് ഓടുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്. ഇതിനിടയ്ക്ക് ജനകീയ തിരച്ചിൽ ഇന്നലെ ഉണ്ടായിരുന്നു. നാളത്തേക്കത് തുടരാൻ പോകുന്നു എന്നൊക്കെയുള്ളത് നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിൽ മുഹമ്മദ് റിയാസ്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ശുഭാപ്തി വിശ്വാസം എവിടെ നിൽക്കുന്നു? അല്ല, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ലോകത്താകെ വയനാട് ദുരന്തത്തെ ഉറ്റുനോക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ അത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 3 സംസ്ഥാനങ്ങളിൽ, ബീഹാറും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രത്യേക പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 11,500 കോടി രൂപയായിരുന്നു. സ്വാഭാവികമായിട്ടും അതിന് സമാനമായ സഹായം കേരള സർക്കാരിനും ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് പൊതുവെ ലോകത്താകെ വയനാട് ദുരന്തത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾ കരുതുന്നൊരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് മുമ്പ് 2 കേന്ദ്രമന്ത്രിമാർ ഈ ദുരന്തം ഇടത്ത് വരികയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംഘം വന്നിരുന്നു. ആ വന്ന കേന്ദ്ര സംഘത്തെ വളരെ വിശദമായി കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്താൻ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ആ സംഘവുമായി ചർച്ച ചെയ്തിരുന്നു. ഇന്നലെ വയനാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആ സംഘവുമായി ചർച്ച ചെയ്തിരുന്നു. അതിലെല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ഈ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുള്ളത്. വന്ന് എല്ലാ ഇടങ്ങളും സന്ദർശിച്ചതിന് ശേഷം ഇവിടെ കലക്ട്രേറ്റിൽ ചേർന്ന മീറ്റിങ്ങിൽ, ഞങ്ങളൊക്കെ പങ്കെടുത്ത മീറ്റിങ്ങിൽ അദ്ദേഹം ഈ വിഷയത്തിൽ കേരള സർക്കാരിന് എല്ലാ നിലയിലുള്ള പിന്തുണ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ആ യോഗത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ തകർന്നത്, കെട്ടിടങ്ങൾ തകർന്നത്, റോഡുകൾ തകർന്നത്, പാലങ്ങൾ തകർന്നത്, കൃഷിനാശം സംഭവിച്ചത്, അതുപോലെ ഒരു നാടാകെ ഒലിച്ചുപോയ കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഭാവിയിൽ ഇവരുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുവാനും വേണ്ടി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഈ പാക്കേജിൻ്റെ ഭാഗമായി വേണ്ടതുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം ലോകമാകെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായ കാലാവസ്ഥാ വ്യതിയാനം വലിയ നിലയിൽ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചതും ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിലുള്ളതിൻ്റെ ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് മുഖ്യമന്ത്രി പൊതുവെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിനുശേഷം സംസാരിച്ച പ്രധാനമന്ത്രി എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്നുള്ളതാണ് യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രതിഫലനത്തിൻ്റെ ഭാഗമായി ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇന്ന് ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ആദ്യ ഭാഗം സമർപ്പിക്കുകയുണ്ടായി. ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ സമർപ്പിക്കും. ഒരു സംസ്ഥാന സർക്കാർ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഫെഡറൽ സംവിധാന തത്വങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, അതെല്ലാം തന്നെ ഇന്ന് വരെ എന്താണോ പെടുത്തേണ്ടത് അത് മുഴുവൻ ഇതിനകം പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിലും പൊതുവെ പ്രധാനമന്ത്രി തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര സഹായം, ഒരു പ്രത്യേക പാക്കേജ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് നമ്മളുടെ പ്രതീക്ഷ അതുപോലെ നിലനിൽക്കുകയാണ്. ശ്രീ പി എ മുഹമ്മദ് റിയാസ്, ഒരുപക്ഷെ വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. പ്രധാനമന്ത്രി പല ഘട്ടങ്ങളിലും ഇന്ന് തൃപ്തി രേഖപ്പെടുത്തി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ആരോഗ്യ പ്രവർത്തകരോട് അത് നേരിട്ട് പറഞ്ഞു എന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം, അതിനോട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് തൃപ്തിയാണ്, വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അവരോട് തന്നെ പറഞ്ഞതായിട്ട് കണ്ടു. ഇങ്ങനെ പലയിടത്തും അദ്ദേഹം
ഒരുപക്ഷെ ഈ വിശദീകരണങ്ങളൊക്കെ ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടങ്ങളിലും ആർ അജിത് കുമാർ ആദ്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം ആ ഭാഗത്ത് കൃത്യമായി കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു. അതിനുശേഷം കളക്ട്രേറ്റിൽ ചീഫ് സെക്രട്ടറിയുടെ ഡിജിറ്റൽ പ്രസൻറ്റേഷനെക്കുറിച്ച് താങ്കളിപ്പോൾ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി അവിടെ ഒരു കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അവിടെയൊക്കെ അദ്ദേഹം ഒരുപക്ഷെ എങ്ങനെയാണോ ഡൽഹിയിൽ നിന്ന് എത്തിയ മനസ്സ്, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മനസ്സുമായിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്നൊരു പ്രതീതിയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹം സന്ദർശിച്ച സ്ഥലത്തെ ജനങ്ങളോട് പിന്നീട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അവരൊക്കെ ഓരോ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പ്രഖ്യാപനമൊക്കെ. അങ്ങനെ തന്നെ ആണോ സർക്കാരിൻ്റെയും ഒരു പ്രതീക്ഷ? സർക്കാർ ചെയ്ത കാര്യങ്ങളോട് വലിയ രീതിയിൽ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അതിനോട് സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നൊരു പ്രഖ്യാപനം തന്നെയാണോ ഇന്നൊരു തരത്തിൽ ഇൻഫോർമലായിട്ടാണെങ്കിൽ കൂടി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇനി താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഇടപെടൽ അധികം വൈകാതെ തന്നെ നടത്തും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ദുരന്ത നേരിടുന്ന ഒരു സംസ്ഥാനമായി വർഷാവർഷം നൽകുന്ന ഫണ്ടിൻ്റെ പോരായ്മയൊക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ എങ്ങനെ കരുത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അതിൽ കേന്ദ്ര സർക്കാരിന് വലിയ റോളുണ്ട്. സംസ്ഥാന സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സംഘടനകളെയും എല്ലാ വ്യക്തികളെയും ഗ്രൂപ്പുകളെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ നിലയിൽ കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്നാണ് ഇന്നിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രയും വേഗം തീരുമാനങ്ങളായി മാറി അതൊരു പ്രഖ്യാപനമായി ഉടനെ തന്നെ സമൂഹത്തിന് മുമ്പാകെ വരുമെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മിനിസ്റ്റർ, ഒരുപക്ഷെ ദുരന്തത്തിൻ്റെ ഏത് കാറ്റഗറി എന്നുള്ളതാണ് വലിയ രീതിയിൽ കേന്ദ്രം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ ആണോ, ലെവൽ 3 കാറ്റഗറിയിലേക്ക് ആണ് ഇത് പോകേണ്ടത് എന്നൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സൂചനയുള്ളതായി കാണാമോ? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മീറ്റിങ്ങിലെ സംസാരത്തിൻ്റെ കൺക്ലൂഷൻ പാർട്ട് ഇപ്പോൾ ഡോക്ടർ ലാൽ പറഞ്ഞ പോയിൻ്റായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷൻ പാർട്ടിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പിന്നീട് അതിതീവ്ര ദുരന്തമെന്നുള്ള നിലയിലുള്ള എല്ലാ സഹായവും വേണമെന്നുള്ളതാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി അത് തിരുത്താനും തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടിനെ പിന്തുണക്കുന്നതിന് തുല്യമാണ് പ്രധാനമന്ത്രിയുടെ സമീപനം. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി കണ്ട് അതിതീവ്ര ദുരന്തത്തിന് നൽകുന്ന എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മിനിസ്റ്റർ, ഇപ്പോൾ പല തരത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ഇന്ന് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു, ചീഫ് സെക്രട്ടറിയുടെ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ, മുഖ്യമന്ത്രിയുടെ വിശദീകരണം, ഒരു പ്രൈമറി മെമ്മറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനിസ്റ്റർ നേരത്തെ അങ്ങനെ സൂചിപ്പിച്ചല്ലോ. ഇതിനെല്ലാം അപ്പുറം നേരിട്ട് കണ്ട അനുഭവം പ്രധാനമന്ത്രിയുടെ മുമ്പിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അദ്ദേഹം മോർബി ഡാമിൻ്റെ ദുരന്തമുണ്ടായ ഘട്ടത്തെ, ഗുജറാത്തിലെ ആ ദുരന്തത്തെ പോലും ഓർമ്മിച്ചു ഇവിടുത്തെ ദുരന്തം കണ്ടിട്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ അത് അത്രമാത്രം ടച്ച് ചെയ്തു എന്നുള്ളതാണ്. വയനാട്ടിലെ ഇന്നത്തെ വിശദീകരണങ്ങൾ, അവിടെ നിങ്ങൾ നടത്തിയ പ്രസൻറ്റേഷൻസ് ഒക്കെ തന്നെ. അപ്പോൾ അത്രയ്ക്ക് ഒരു നിവേദനം അവിടെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു നിവേദനം കൂടി എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അല്ല, 970 അവസാനത്തിൽ ഗുജറാത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം കോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരു സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അഡീഷണലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ട മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അധികം വൈകാതെ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കും. സ്വാഭാവികമായും പിന്നീട് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കും. ഇതിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല.
എന്തിന് ഇതിൽ ഒരു പിന്തുണ, അത് അതിതീവ്ര ദുരന്തം അല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ട വിഷയം വരുന്നു? അങ്ങനെ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വരേണ്ട ഒരു വിഷയം ഇവിടെയുണ്ടോ? ഒരു യാഥാർത്ഥ്യമാണല്ലോ, ഇതൊരു അതിതീവ്ര ദുരന്തത്തിൽ പെടുത്തേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പിൽ പെടുത്തിയിട്ടല്ല 3 സംസ്ഥാനങ്ങൾക്ക് 11,500 കോടി രൂപ സ്പെഷ്യൽ പാക്കേജായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നിലപാട് സ്വീകരിക്കാം. ഇവിടെ ഈ ദുരന്തത്തിൻ്റെ ആഴം, ഈ ദുരന്തത്തിൻ്റെ എല്ലാ നിലയിലുള്ള വ്യാപ്തി, എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും മനസ്സിലാക്കിയതാണ്. പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് മനസ്സിലാക്കിയതാണ്, നേരത്തെ കേന്ദ്ര സംഘം വന്ന് മനസ്സിലാക്കിയതാണ്, അതിനുമുമ്പ് കേന്ദ്രമന്ത്രിമാർ വന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ എവിടെയാണ് പ്രശ്നം? പിന്നെ ഒരു പ്രശ്നം വരുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ലല്ലോ. സഹായം ചെയ്യുക, അത് അതിതീവ്ര ദുരന്തമായി കണ്ട് ഇതൊരു ദേശീയ ദുരന്തമാണെന്നുള്ള ഇതിൻ്റെ ഭാഗമായുള്ള സഹായം ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ മറ്റെന്ത് പ്രശ്നമാണ് വരുന്നത്? മറ്റെന്ത് തടസ്സമാണ് വരുന്നത്? ഒരു തടസ്സം ഇതിനകത്ത് വരുന്നില്ല. ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തടസ്സവും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇതിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കേരളം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിക്ക് തന്നെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭരണാധികാരി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തീരുമാനമാക്കി മാറ്റുന്നതിന് മറ്റൊന്നും തടസ്സമില്ല, ഒന്നും തടസ്സമായി ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നില്ല. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇതിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ പാക്കേജ് പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഈ മഹാദുരന്തവുമായി ബന്ധപ്പെട്ട് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കേരളത്തെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഉണ്ടാകും എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. തീർച്ചയായും അത് അത്രയും തന്നെയാണ് ഇനിയുള്ളത്. അതായത് പ്രധാനമന്ത്രിക്കും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിനിപ്പോൾ ആവശ്യം പണമാണ് എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ പണത്തിൻ്റെ ഒരു കുറവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കൃത്യമായൊരു ഉറപ്പ് തന്നിട്ട് പോകുന്നത്. അത് എങ്ങനെയായിരിക്കണം തരേണ്ടത് എന്നുള്ള കാര്യത്തിൽ മാത്രമായിരിക്കണം അദ്ദേഹത്തിന് സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക. അങ്ങനെ കാണാമോ? പണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിവേദനത്തിലൊക്കെ പറയുന്ന പണത്തിനൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് അവിടെ വായിച്ചെടുക്കാമോ? തീർച്ചയായിട്ടും നമ്മളെല്ലാ ഭാഗവും പരിശോധിച്ച് എല്ലാ നിലയിലുള്ള പരിശോധനകൾ നടത്തിയാണ് റീകൺസ്ട്രക്ഷൻ കോസ്റ്റും മറ്റ് ചെലവുകളും ഒക്കെ അടങ്ങിയ നിലയിലുള്ള കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സമർപ്പിക്കാനുള്ളത്. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി സമർപ്പിക്കും. ആ നിലയിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ഭരണാധികാരി എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഒരു പ്രഖ്യാപനം, ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപനം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. മിനിസ്റ്റർ, സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു സ്പെഷ്യൽ പാക്കേജിൻ്റെ കാര്യം. നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ ആണ് നമുക്ക് സ്പെഷ്യൽ പാക്കേജിലേക്ക് പോകേണ്ടി വരിക. അതോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനും അപ്പുറമാണോ? നാഷണൽ ഡിസാസ്റ്ററിലൂടെ കിട്ടുന്ന കാര്യങ്ങൾക്കും അപ്പുറം വയനാടിനൊരു പ്രത്യേക ഒരു ടൗൺഷിപ്പും റീബിൽഡ് വയനാട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വയനാടിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ പദ്ധതിയും അത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രം ഈ ഘട്ടത്തിൽ സഹായിക്കുക എന്നുള്ള പരമ്പരാഗതമായ നമ്മുടെ സംവിധാനങ്ങൾക്കപ്പുറമുള്ള ഒരു സഹായമാണോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം? ദേശീയ ദുരന്തമായി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. അതിതീവ്ര ദുരന്തം L3 കാറ്റഗറിയിൽ പെടുന്ന നിലയിലേക്കുള്ള തീരുമാനം ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് മന്ത്രിസഭാ യോഗത്തിൽ ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്ത തീരുമാനം ഞങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഉള്ള യോഗത്തിൽ നിലപാട് സ്വീകരിച്ചതാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയും ആ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള നിലയിൽ ആ നിലയിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം.